ബാഗിലെ ഡ്രസ്സ് മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. ഇതെന്ത് കയറ്റി അയക്കേണ്ടിരുന്നത്? ഞാൻ ഡ്രഗ്സ് ഒളിപ്പിച്ച് ആരെങ്കിലും അറിഞ്ഞോ? ഇത് തന്നെയുണ്ട്. പിന്നെന്താ അയക്കേണ്ടിരുന്നത്? മോഹൻ, മോഹൻ സർ. എന്താ സർ? സിംഗപ്പൂർ ഓർഡർ ഇന്നലെ കയറ്റി അയക്കേണ്ടിരുന്നതല്ലേ? ഞാൻ തന്നെ എല്ലാം ചെക്ക് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചതാ. ദാ ഇപ്പൊ നോക്കുമ്പോ എല്ലാം ഇവിടെ തന്നെ ഇരിക്കുന്നു. എന്താ അയക്കേണ്ടിരുന്നത്? മുഴുവനും ആയില്ല സർ. ഒരു യൂണിറ്റ് റെഡിയാവുന്നേ ഉള്ളൂ. അതുകൂടി ആയിട്ട് ഒരുമിച്ച് അയക്കാം. അത് മോഹനാണോ തീരുമാനിക്കുന്നത്? അത് തീരുമാനിക്കുന്നത് മോഹനാണെങ്കിലേ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് പോയേക്കാം. എന്റെ ജോലിയും കൂടി മോഹൻ ചെയ്യും. സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പിന്നെ എങ്ങനെ പറയണം? 24 മണിക്കൂർ ഞാൻ ലാപ്ടോപ്പിന്റെ മുമ്പിൽ കുത്തിരിക്കുന്നത് കണ്ടിട്ടേ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും എന്റെ ജോലി ഭയങ്കര ഈസിയാണെന്ന്. ഈ ഫീൽഡിലെ കോമ്പറ്റീഷനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. മറ്റുള്ള കമ്പനികളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയേ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ മറ്റുള്ള കമ്പനികൾ നമ്മുടെ സ്ഥാനം പിടിച്ചെടുക്കും. ക്വാളിറ്റി എക്സലന്റ് ആയിരിക്കണം, ഓർഡർ കൃത്യമായി അയക്കണം. പക്ഷെ മാക്സിമം എങ്ങനെ ഡിലേ ആക്കാന്നാ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല സർ, ഡിലേ ആവുന്നില്ല സർ. 3 ദിവസം മുമ്പല്ലേ ഓർഡർ കിട്ടിയത്. 300 ബോക്സ് വേണ്ടേ? അത് റെഡിയാവാൻ ഇത്രയും സമയം വേണ്ടേ സർ? മോഹൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആർക്കും ഇവിടെ എക്സ്ക്യൂസ് ഒന്നും വേണ്ട, റിസൾട്ടാണ് വേണ്ടത്. സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡിലും കാനഡയിലുള്ള സായിപ്പന്മാരെ അവിടെ ഇരിക്കുന്നത് നമ്മുടെ എക്സ്ക്യൂസ് കേൾക്കാനൊന്നുമല്ല. 3 ദിവസം കൊണ്ട് കൺസൈൻമെന്റ് അയക്കാന്ന് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ഓർഡർ എടുത്തത്. അതുകൊണ്ട് തന്നെ 3 ദിവസം കൊണ്ട് ഈ ഓർഡർ അയക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതെനിക്ക് റെഡിയാക്കി തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തവും. ഡിലേ ആണ്, പ്രൊഡക്ഷൻ കുറവാണ് എന്നൊക്കെ കരുണാകരൻ സാർ കംപ്ലൈന്റ് പറയുമ്പോഴേ ഞാൻ നിങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കരുണാകരൻ സാർ പറയുന്നത് ശരിയാണെന്ന് ഞാനോ റിപ്പോർട്ട് കൊടുത്താ അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്ന ഞാൻ പറയാതെ തന്നെ അറിയാലോ. എന്നെ കൊണ്ട് കടുത്ത തീരുമാനങ്ങൾ എടുപ്പിക്കരുത്. നിങ്ങളെന്ന് ഞാൻ പറയുന്നത് മോഹനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, എൻ്റെ പ്രൊഡക്ഷൻ ടീമിനെ ഉദ്ദേശിച്ചിട്ടാ. എല്ലാവരോടും ചെന്ന് പറഞ്ഞേക്ക് സിംഗപ്പൂർ ഓർഡർ ഇന്ന് തന്നെ ഹാർബറിലേക്ക് അയച്ചിരിക്കണം. ഇനിയൊരു എക്സ്ക്യൂസുമായിട്ട് എന്റെ മുമ്പിൽ വരരുത്. ഹൈവാൻഡ്രിഗോ അവിടെ സ്റ്റഫിന് വെയിറ്റ് ചെയ്യോ? ഒരു ദിവസം ഡിലേ ആവുമെന്ന് ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. ഹലോ അരവിന്ദ്. സിംഗപ്പൂരിൽ ഐവിൻഡ്രിഗോ ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു, പക്ഷെ കോള് കണക്ട് ആവുന്നില്ല. ഞാനിപ്പോ ഗാർമെന്റ്സിലാ. ഇവിടെ വെച്ച് ട്രൈ ചെയ്യണതിൽ എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഐവാനെ കോണ്ടാക്ട് ചെയ്യണം. നമ്പർ ഉണ്ടല്ലോ? ഉണ്ട്, നമ്പർ കയ്യിലുണ്ട്. അല്ല, ഐവാനോട് ഞാൻ എന്താ പറയണ്ടേ? എടാ, കൺസൈൻമെന്റ് ഇന്നലെ അയക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ വർക്ക് തീർന്നില്ല. ഓക്കെ, ഇന്ന് ഈവനിങ് അയക്കും. ഒരു ദിവസം ഡിലേ ആവുമെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാം. പക്ഷെ അരവിന്ദ്, എത്ര കാലം നമ്മൾ ഈ ഒളിച്ചുകളി തുടരും? അല്ല, ഇതിന്റെ റിസ്ക് ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തോണ്ട് ബിസിനസ് നടത്തുമ്പോ നമ്മൾ നമ്മുടെ കണ്ണും കാതും പല ഭാഗത്തേക്കും തുറന്നു വെക്കണം. 100 പേരുടെ കണ്ണ് വെട്ടിക്കുമ്പോ 101ാമത് ഒരാൾ അവിടെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ടാവും. നമ്മുടെ സാമ്രാജ്യം തകർന്ന് തരിപ്പണാകുന്നതിനെ കുറിച്ചല്ല എന്റെ പേടി. നർക്കോട്ടിക്സ് ബിസിനസ്സാ. കാലാകാലം നമ്മൾ കമ്പി എണ്ണേണ്ടി വരും. റിസ്ക് എടുക്കാൻ പേടിയാണെങ്കിൽ പൊക്കോ. അനിരുദ്ധിന് തല പുറത്ത് കാണിക്കാൻ കഴിയില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അല്ലാണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും ഇപ്പോഴും. എനിക്ക് അവൻ മതി. പേടി കാരണം കൂടെ നിൽക്കാൻ പറ്റില്ലെന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് നടത്തുന്നതിന്റെ റിസ്ക് അത് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചല്ലേ.
മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ഒരു എക്സ്പോർട്ട് കമ്പനി ഒന്നുമില്ലല്ലോ. അതിന് സ്വന്തമായിട്ടൊരു എക്സ്പോർട്ട് കമ്പനിയൊന്നും വേണ്ട. സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടായിരുന്നാ മതി. മുക്തയെ പോലൊരു ഭാര്യ. അല്ല, നീ അതെന്താ സീരിയസ് ആയിട്ട് എടുക്കാത്തെ? ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഓ, മുക്ത അരവിന്ദൻ എന്ന് അവളുടെ അമ്മ സിൽവർ ജൂബിലി ആഘോഷം നടത്തുന്നതെന്ന് പ്രഖ്യാപിച്ചില്ലേ? ഒരു സുപ്രഭാതത്തിലായ സ്ത്രീക്കുണ്ടായ വെളിപാടൊന്നുമല്ല അത്. അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് ഞാൻ. മുക്ത അരവിന്ദനെന്ന് സത്യഭാമ പ്രഖ്യാപിച്ചു, അത് ശരി തന്നെ. പക്ഷെ അതുകൊണ്ട് വലുതും ആയോ അരവിന്ദ്? നിന്റെ ഒരു താലി അവളുടെ കഴുത്തിൽ വീണാൽ മാത്രമേ അവള് നിന്റേതാണെന്ന് പറയാൻ പറ്റൂ. അവളുടെ കഴുത്തിൽ നിന്റെ താലി പോയിട്ട് അവളുടെ വിരലിൽ നിന്റെ ഒരു മോതിരം പോലും ഉണ്ടോ? നമ്മൾ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങൾ എത്തണമെങ്കിൽ നമ്മൾ ഇനിയും കുറെ ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നീ പേടിക്കണ്ട, നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് നമ്മൾ വൈകാണ്ട് തന്നെ എത്തും. ഞാനല്ലേ പറയുന്നത്.